ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. ചെറുവട്ടൂരിൽ വീട് കുത്തിത്തുറന്ന് 10 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചെറുവട്ടൂർ പള്ളിപ്പടി മോനിക്കാട്ടിൽ ഷെബീറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ചെറുവട്ടൂരിൽ വീട് കുത്തിത്തുറന്ന് 10 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചെറുവട്ടൂർ പള്ളിപ്പടി മോനിക്കാട്ടിൽ ഷെബീറിന്റെ വീട്ടിലായിരുന്നു കവർച്ച. ഹൃദ്രോഗിയായ ഷെബീറിന്റെ പിതാവ് ഹമീദിനെ കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് വീട്ടുകാരെല്ലാവരും ചൊവ്വാഴ്ച രാത്രി 11ഓടെ വീട് പൂട്ടി ആശുപത്രിയിൽ പോയിരുന്നു. ബുധനാഴ്ച രാവിലെ ഷെബീറും ഭാര്യയും വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച അറിയുന്നത്. വീടിന്റെ പൂട്ട് തകർത്ത് അകത്ത് പ്രവേശിച്ച മോഷ്ടാവ് അലമാര കുത്തിത്തുറന്നാണ് സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ചത്. 12 ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കോതമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.